നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പാവങ്ങളാ ആ നാട്ടിലെ മിക്കവാറും ആൾക്കാര്. കേസ് എന്നോ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയ ആ ദിവസത്തെ കൂലി അവർക്ക് നഷ്ടപ്പെടില്ലേ? പോരാത്തതിന് ഞാൻ പറഞ്ഞതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ വേറെ. മോനെ, വെറുതെ എന്തിനാ അവരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെ ഒരു കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ അവർക്കുണ്ടായാൽ അതിന്റെ മാനക്കേട് മോന്റെ അമ്മയ്ക്കും കുടുംബത്തിനും അല്ലേ? അല്ല, എന്നാലും പാർവതിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിന് കാരണക്കാരായവരെ കണ്ടെത്തണ്ടേ? അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? പാർവതിയെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ആ വീട് മുഴുവൻ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വിവരം ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവര് ഇങ്ങനൊരു അന്വേഷണത്തോട് സഹകരിക്കുമെന്ന എന്റെ വിശ്വാസം. അല്ല, ഇതൊരു വധശ്രമമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അവിടെ പാർവതിയെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത്? ആരുമില്ല. അന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും മോനെ. അപ്പോ ആ മുറിയുടെ വാതില് പുറത്തു നിന്ന് ആരാ കുറ്റിയിട്ടത്? എടാ, അത് ചിലപ്പോ വീട് വൃത്തിയാക്കാൻ വന്നവര് അകത്താരും ഇല്ലാന്ന് കരുതി മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയതായിരിക്കില്ലേ? എടാ മോനെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് വധശ്രമം ഒന്നും ആയിരിക്കില്ല. വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാവുന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാ പോരല്ലോ, അതിന് തക്ക തെളിവുകൾ വേണ്ടേ നമ്മുടെ കയ്യില്? കേൾക്കുന്നവരുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെ. പാർവതി, അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് എന്ന് കമ്മീഷൻ ഓഫീസില് പരാതി കൊടുത്ത അത് അബദ്ധമാവോ? സർ, അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം. എല്ലാത്തിനും മുകളിൽ ഈശ്വരനുണ്ടല്ലോ. ആ തീപിടുത്തത്തിന് കാരണം ഈശ്വരൻ തെളിയിക്കാതിരിക്കില്ല. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെയും ഉദയനൂരമ്മ വെളിച്ചത്ത് കൊണ്ടുവരും. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം സർ. എന്നാ പിന്നെ അത് മതി. പ്രഭാവതിയമ്മ, നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പദ്ധതി എന്താണെന്നും എനിക്ക് മനസ്സിലായി. ആ പദ്ധതി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പാർവതി, നീ എന്താ ഈ ആലോചിക്കുന്നത്? സർ, നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ധാരാളം ജോലികളുണ്ട്. ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ? അവള് സാറിനെ വിശ്വസിച്ചായിരിക്കുന്നേ. അവൾക്കുള്ള വിസയ്ക്കും ടിക്കറ്റിനുള്ള ഏർപ്പാടുകള് ഇന്ന് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇറങ്ങിയാലോ? അത് ശരിയാണല്ലോ. ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പോയി അതിന്റെ ഏർപ്പാടൊക്കെ ചെയ്യാം. പോയിട്ട് വരാം. വാ. അമ്മ വിചാരിക്കുന്ന എന്ത് കാര്യ? അത് അമ്മയ്ക്കറിയാം. സമയാവുമ്പോ സാറിനും അതറിയാൻ സാധിക്കും.
സാർ ഇപ്പൊ വന്നാട്ടെ. ആന്റി, പാർവതി കൽപ്പിച്ചു കൂട്ടി എന്തോ പ്രവർത്തിക്കാൻ പോവാ. അവളുടെ സംസാരത്തിൽ നിന്നും എന്നെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള അവളുടെ ധൃതിയിൽ നിന്നും എനിക്കത് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ. അവളിപ്പോ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. എന്നെപ്പോലും വരച്ച വരയിൽ നിർത്താൻ അവൾ ഒരുങ്ങുക. നിന്റെ ആഗ്രഹം നിറവേറ്റാനല്ല അവള് നിന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത്. നീ എന്ന വിലങ്ങുതടിയെ അവൾക്ക് ഒഴിവാക്കണം. അമേരിക്കയിലേക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതേ അവളല്ല, ഞാനാ. അതുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്നും മിണ്ടാതിരുന്നത്. അവൾ എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. അവളെ നമ്മുടെ തലയ്ക്ക് മീതെ എത്ര ഉയരത്തിൽ പറന്നാലും അവളെ വെട്ടി വീഴ്ത്താനുള്ളൊരായുധം എന്റെ കയ്യിലുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ അനിയത്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആ കുറ്റം വിപിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ അവള് വിപിനെ വിവാഹം കഴിച്ചത്. എന്നാലേ അത് സത്യമല്ല. പല്ലവി പറഞ്ഞത് സത്യമല്ല. പല്ലവി ഗർഭിണിയല്ല. എന്താ ജാസ്മിൻ, എന്താ നീ പറഞ്ഞത്? അവള് കബളിപ്പിക്കുകയായിരുന്നു ആന്റി. വിപിനിൽ നിന്നും ഗർഭിണിയായെന്ന് പറഞ്ഞ് അവള് എല്ലാരെയും പറ്റിക്കുകയായിരുന്നു. ഇതൊക്കെ പാർവതിയുടെ ഒത്താശയോടുകൂടി പല്ലവി നടത്തിയ നാടകമായിരുന്നു. പാർവതിക്ക് എല്ലാം അറിയാം. പക്ഷേ അവൾ ഇതൊന്നും വിശാലിനോട് പോലും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ ഭാവി ജീവിതം ഭാസുരമാക്കണം. അതിനുവേണ്ടി പാർവതി ഈ രഹസ്യം തന്ത്രപൂർവ്വം ഒളിപ്പിച്ചു. വിശാലിനോട് പോലും അനിയത്തിക്ക് വേണ്ടി അവൾ വിശ്വാസവഞ്ചന കാട്ടി. വിശാലിന്റെയും പാർവതിയുടെയും ബന്ധം തകർക്കാൻ ഈ ആയുധം പോരെ ആന്റി. അവളെ കുരുക്കാൻ ഇത് പോരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.